ഹലോ. അങ്ങനെ കാത്തിരുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച എൻ്റെ യോഗയിലെ ടീച്ചേഴ്സിനെ കണ്ടു, എൻ്റെ സഹപാഠികളെ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ കുളമാണിത്. അപ്പോൾ അവിടെ കുറേ എന്ന് വെച്ചാൽ കുറേ എന്നല്ല, ലക്ഷക്കണക്കിന് മീനുകളുള്ള ഒരു കുളമാണ് ദക്ഷിണ മൂകാംബികയിലെ ഈ കുളം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ പൊരിയൊക്കെ ഇട്ട് കൊടുത്ത് മീനുകളെയൊക്കെ ഇങ്ങനെ അടുത്തോട്ട് വിളിച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുകയാണ്. നല്ല നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ അക്ഷരക്കുട്ടി അതിന് പൊരിയും ഞങ്ങളും ചേച്ചിയും എല്ലാവരും ചേർന്ന് അതിന് ഭക്ഷണം ഇട്ട് കൊടുത്തപ്പം ഒരുപാട് മീനുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതാണ് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. വളരെ അതിമനോഹരമായ ക്ഷേത്രമാണ്. ഇവിടെ വന്നിട്ട് വേണേലും നമുക്ക് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഒരു കുളത്തിന് നടുവിലുള്ള ക്ഷേത്രമാണിത്. എന്ന് വെച്ചാൽ ശ്രീകോവിലാണ് കുളത്തിന് നടുവിലിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ കയറി നമുക്ക് നോക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം നട തുറക്കുന്ന സമയം 4 മണി കഴിഞ്ഞിട്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ടീച്ചേഴ്സും ഒക്കെ കേട്ടോ. ടീച്ചേഴ്സ് താഴെ ഇരിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും എടുത്ത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നീട് ഒരിക്കലെല്ലാം നല്ല വൃത്തിക്ക് വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ പറ്റിയില്ല. എങ്കിലും ഉള്ളത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കണ്ടോ, മീൻ വന്ന് അറ്റത്ത് നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോൾ അറ്റത്ത് വന്നിരിക്കുകയാണ്. ഭയങ്കര അതിമനോഹരമായ കാഴ്ചയാണ്. പോകാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ണിനൊരു കുളിർമയാണല്ലോ. അങ്ങനെ ഞങ്ങളതും കണ്ടു. പക്ഷേ നട തുറന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ. അതിനി എന്തെങ്കിലും സാധിക്കുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് വീണ്ടും അടുത്ത ഞങ്ങളുടെ അധ്യാപക സംഗമം ഉണ്ട് കേട്ടോ. അത് തന്നെയല്ല, പിന്നെ ഗുരുപൂജ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ യോഗയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അവിടെ. ഓൺലൈനായിട്ടായിരുന്നു ഞാൻ പഠിച്ചത്, പിന്നെ ഓഫ്ലൈനായിട്ട് പ്രാക്ടീസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും നമുക്ക് പ്രാക്ടീസിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടും ഹെൽപ്ഫുള്ളാണ്. അവിടുത്തെ ടീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് നന്നായി പറഞ്ഞു തരും. കണ്ടോ, ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണിത്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. എങ്കിലും ഇനിയും കുറേ വീഡിയോസ് കാണട്ടെ. താങ്ക് യു.